ഇസ്ലാമിക നിലപാടുള്ള ഇർഹാൻ ഒമറുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തിയ കൂടിക്കാഴ്ച വിവാദമായി. ഭാരതത്തെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്നവരുമായി രാഹുൽ നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം സിഖ് വംശജർക്കെതിരെ രാഹുൽ നടത്തിയ പ്രസ്താവനയിലും ഭാരതത്തെ ഇകഴ്ത്തിക്കാട്ടിയ സംഭവത്തിലും പ്രതിഷേധം തുടരുകയുമാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള രാഹുലിന്റെ ആദ്യ അമേരിക്കൻ സന്ദർശനം 3 ദിവസത്തെ പരിപാടികൾക്കൊടുവിൽ 3 വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. ഏറ്റവും ഒടുവിലായി ഇൽഹാൻ ഒമറുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ US കോൺഗ്രസ് അംഗമായ ഇൽഹാൻ ഒമർ ഇന്ത്യ വിരുദ്ധ ചേരിയിലെ പ്രധാനിയാണ്. നേരത്തെ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ വരെ സന്ദർശനം നടത്തിയ ഇൽഹാൻ ഒമർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തപ്പോൾ ആ ചടങ്ങ് ബഹിഷ്കരിച്ച വ്യക്തിയാണ്. സൊമാലിയയിൽ നിന്ന് കുടിയേറിയ ഒമർ നിരന്തരം ജൂതവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതിനാൽ US കോൺഗ്രസിന്റെ വിദേശകാര്യ സമിതിയിൽ നിന്നും പുറത്താക്കപ്പെട്ടയാളാണ്. ഭാരതത്തിന്റെ ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന വിദേശ ശക്തികളിലെ പ്രമുഖയാണ് ഇൽഹാൻ ഒമർ എന്ന് സാരം. അങ്ങനെയൊരു വ്യക്തിയെ പ്രതിപക്ഷ നേതാവ് കണ്ടതിലെ ദുരൂഹതയാണ് BJP ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം അമേരിക്കയിലെ പരിപാടികളിൽ സിഖ് സമൂഹത്തെ അധിക്ഷേപിച്ച സംഭവത്തിലും ചൈനയുമായി ഭാരതത്തെ താരതമ്യം ചെയ്ത് ഇകഴ്ത്തിയ വിഷയത്തിലും രാഹുലിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ജനം, ഡൽഹി.